കുർബാന അർപ്പണ രീതി സംബന്ധിച്ച് എറണാകുളത്തെ വിമത വൈദികരുടെ എതിർപ്പിന് കൃത്യവും വ്യക്തവും യുക്തിസഹവുമായ യാതൊരു ന്യായവും എടുത്തുവെക്കാനില്ല. സുറിയാനി പാരമ്പര്യമെന്ന് അവർ പറയില്ല. അത് കേട്ടാൽ അവർക്ക് കലിയിളകും. ലത്തീനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അത്ര ചക്കിയുമല്ല, അത്ര കണ്ടനുമല്ല എന്നാണ് അവസ്ഥ. പാരമ്പര്യമില്ലാത്തതാണ് പ്രശ്നം. ഇതൊരു പിടിവാശിയല്ല, നിലപാടാണെന്നാണ് വിപ്ലവ വൈദിക നേതാവ് കുര്യാക്കോസ് മുണ്ടാടൻ അവകാശപ്പെടുന്നത്. ആദ്യം നിലപാട് കാണാം. ലിറ്റർജിക്കൽ പ്രശ്നം പാമ്പളാനി പിതാവിനോട് ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, ഫോർ us there is no compromise. It is an ideological life. I mean, this our ideological നമ്മുടെ നിലപാടാണ്. അതിന് വെള്ളം ചേർക്കാൻ പറ്റണ എങ്ങനെയാ? ഒരു നിലപാടിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ? വെള്ളം ചേർക്കാൻ പറ്റില്ല പ്രിയമുള്ളവരെ. ഇയാൾ പറയുന്ന വാക്കുകൾ കേട്ടല്ലോ. പാമ്പ്ലാനിയോട് പുള്ളി പറഞ്ഞത്രേ, ഫോർ us there is no compromise. അയാളുടെ ക്രൗര്യം നോക്കണേ. ഒരു വൈദികൻ്റെ മുഖഭാവമാണോ ഇത്? ഭയാനകമല്ലേ? ചില കുട്ടികൾ സ്വപ്നം കണ്ട് നിലവിളിക്കുന്നത് ഇത്തരം രൂപഭാവങ്ങൾ കണ്ടിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ഇത്തരം ഭീകര ദൃശ്യങ്ങൾ കാണരുത്. വലിയൊരു ബോംബ് പൊട്ടിക്കാൻ പോകുവാണ് എന്ന മട്ടിൽ തുടങ്ങുന്ന അടുത്ത വാക്യം പൂർത്തിയാക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. ഇറ്റ്സ് ആൻ ഐഡിയോളജിക്കൽ ലൈഫ്. പിന്നെ ഒരൊറ്റ അലർച്ചയാണ്, നിലപാടാണ്. എന്നിട്ടൊരു ചോദ്യമാണ്, അതിൽ വെള്ളം ചേർക്കുന്നത് എങ്ങനെയാ? അതിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ? കേട്ടതൊന്നും മനസ്സിലായില്ലെങ്കിലും എന്തോ മഹാസംഭവമാണ് മുണ്ടാടൻ തട്ടി വിട്ടിരിക്കുന്നത്. മുണ്ടാടൻ മിണ്ടുമ്പോൾ എങ്ങനെ കൈയടിക്കാതിരിക്കും? കൈയടിക്കാതിരുന്നാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്ത് കുറെ പാവം കന്യാസ്ത്രീകളും അമ്മച്ചിമാരുമൊക്കെ ചുമ്മാ കൈയടിക്കുകയാണ്. എവിടെ എന്ത് കേട്ടാലും മനസ്സിലാകാത്തവരും തിരിച്ചൊരു വാക്ക് ചോദിക്കാൻ നാക്ക് പൊങ്ങാത്തവരുമായ ഇത്തരം നിസ്സംഗരായ ശ്രോതാക്കൾ എവിടെയുമുണ്ട്. അവരുടെ മുൻപിൽ ഇതുപോലെ വെള്ളം ചേർത്ത ഐറ്റങ്ങൾ ഇറക്കിയിട്ട് മുണ്ടാടനെ പോലുള്ള വിടുവാ വീരന്മാർ ഒന്നും ഞെളിയും. നമ്മൾ കൊടുത്തത് ഏറ്റിട്ടുണ്ട്. അയാളുടെ നിലപാട് കേട്ടിട്ട് സദസ്സിൻ്റെ പിൻഭാഗത്തിരുന്ന ഒരു ലൂക്കോസ് ചേട്ടൻ അടുത്തിരുന്ന മർക്കോസ് ചേട്ടനോട് പറഞ്ഞു, അടിക്കുന്ന ബ്രാൻഡ് അറിഞ്ഞാലേ വെള്ളം ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ഇയാൾക്കടെ ബ്രാൻഡ് സ്കോച്ച് വിസ്കി ആയിരിക്കും. മർക്കോസ് ചേട്ടൻ പറഞ്ഞു, ചിലപ്പോൾ അയാൾ എന്ത് കിട്ടിയാലും വെള്ളം ചേർക്കാതെ ആയിരിക്കും അടിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. മുണ്ടാടനോട് തന്നെ ചോദിക്കാം. മിസ്റ്റർ മുണ്ടാടൻ, വൈദികൻ എന്ന നിലയിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? പട്ടം കിട്ടിയപ്പോൾ നിങ്ങൾ ബൈബിളിൽ തൊട്ടെടുത്ത ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ സഹപ്രവർത്തകനായി, സഭയുടെ വിശ്വസ്ത ശുശ്രൂഷകനായി ജീവിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വിശ്വസ്തമായി ദൈവവചനം പ്രസംഗിക്കുകയും സഭയുടെ വിശുദ്ധ കർമ്മങ്ങൾ ഭക്തിയോടെ നിർവഹിക്കുകയും ചെയ്യും. എൻ്റെ മേലധികാരിയായ ബിഷപ്പിനോടും അദ്ദേഹത്തിൻ്റെ നിയമാനുസൃത പിൻഗാമികളോടും ആദരവും അനുസരണവും പാലിക്കും. പ്രാർത്ഥനയിലും വിശുദ്ധ ജീവിതത്തിലും സ്ഥിരത പുലർത്തി ദൈവജനത്തെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ബിഷപ്പ് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. നിങ്ങൾ എന്നോടും എൻ്റെ പിൻഗാമികളോടും അനുസരണവും ആദരവും വാഗ്ദാനം ചെയ്യുന്നുവോ? അനുസരണത്തിൻ്റെ വാഗ്ദാനം, ദ പ്രോമിസ് ഓഫ് ഒബീഡിയൻസ്. ഇതാണ് പൗരോഹിത്യ പട്ടം കൊടുക്കൽ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഡീക്കൻ മെത്രാൻ്റെ കൈകൾക്കുള്ളിൽ സ്വന്തം കൈകൾ ചേർത്ത് വെച്ച് മുട്ടുകുത്തി നിന്നാണ് ഈ പ്രതിജ്ഞ പറയുന്നത്. അതിനുള്ള മറുപടി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതെ, ആദരവും അനുസരണവും വാഗ്ദാനം ചെയ്യുന്നു എന്ന് തന്നെ. ഇക്കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ് മിസ്റ്റർ മുണ്ടാടൻ? 1992 ഏപ്രിൽ 20 പട്ടം കിട്ടുമ്പോൾ ഈ പ്രതിജ്ഞ തന്നെയല്ലേ മിസ്റ്റർ മുണ്ടാടൻ നിങ്ങൾ ചൊല്ലിയത്? വാക്കുകളിൽ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും ആശയം ഇത് തന്നെയായിരുന്നല്ലോ. അതോ ദർ ഇസ് നോട്ട് കോംപ്രമൈസ് വിത്ത് എനി ബിഷപ്പ് ഓർ പോപ്പ് എന്നാണോ നിങ്ങൾ ഉള്ളിൽ പറഞ്ഞത്? നിലപാടിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് അലറിയ മുണ്ടാടൻ, സഭ അംഗീകരിച്ച കുർബാന തക്സയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് നിയമം ഉണ്ടായിരിക്കെ നിങ്ങളതിൽ വെള്ളം ചേർത്തില്ലേ? വെറും വെള്ളമല്ല, ചെളി വെള്ളം. നിലപാടിൽ വെള്ളം ചേർക്കില്ല, പക്ഷേ കുർബാന ക്രമത്തിൽ വെള്ളം ചേർക്കും അല്ലേ? സെമിനാരി പ്രൊഫസറായ താങ്കൾ ഉൾപ്പെടെയുള്ള വിമതർ അൾത്താരാഭിമുഖ കുർബാനയെപ്പറ്റി കുണ്ടിക്കുർബാന, ഭിത്തിക്കുർബാന എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ജനാഭിമുഖ കുർബാനയെപ്പറ്റി രണ്ടക്ഷരം മാറ്റി ആളുകൾ വിശേഷിപ്പിക്കുന്ന പദം ഇവിടെ പറയാൻ കൊള്ളില്ല. യേശു ശിഷ്യരോടൊപ്പം ഭക്ഷണം കഴിച്ചതിൻ്റെ ഓർമ്മയാണ് കുർബാന എന്ന് വാദിക്കുന്ന നിങ്ങൾക്ക് അൾത്താര വേണ്ട, സക്രാരി വേണ്ട, കുർബാനയ്ക്ക് വെറും ഒരു മേശ മതി അല്ലേ? മെത്രാൻ അനുസരണവും ആദരവും വാഗ്ദാനം ചെയ്യുന്നു എന്ന് പ്രതിജ്ഞ എടുത്ത നിങ്ങൾ പാമ്പ്ലാനി മെത്രാനോട് പറഞ്ഞതെന്താ? ദർ ഇസ് നോ കോംപ്രമൈസ്. ഞങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് അല്ലേ? ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന് അല്ലേ? ഞങ്ങൾ നിങ്ങളെ അനുസരിക്കില്ല എന്ന്
അല്ലേ? നിങ്ങൾ ഞങ്ങളെ അനുസരിക്കണം, അതല്ലേ? അങ്ങനെ പറയുന്നതാണോ നിങ്ങളുടെ നിലപാട്? അതാണോ നിങ്ങൾ വാഗ്ദാനം ചെയ്ത അനുസരണയും ആദരവും? നിങ്ങൾ ആത്മവഞ്ചന നടത്തുകയും അതിനുള്ള ദൈവശിക്ഷ അനുഭവിക്കുകയും ചെയ്തോളൂ, ആർക്കും എതിർപ്പില്ല. പക്ഷേ വെള്ളം ചേർക്കാത്ത നിലപാടെന്നും പറഞ്ഞ് സഭയെ വഞ്ചിക്കുകയും വിശ്വാസത്തിൽ വെള്ളം ചേർക്കുകയും അരുത്. എന്തിനാണ് അനുസരണത്തിൻ്റെ ബലിയായ കുർബാനയെ നിങ്ങൾ അവഹേളിക്കുന്നത്? ഈ ശുശ്രൂഷ നിങ്ങൾക്കുള്ള പണി. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 20-ാം അധ്യായം 28-30 വാക്യങ്ങൾ. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 2-3. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. റോമാക്കാർക്കുള്ള ലേഖനം 16-ാം അധ്യായം 17-18. ഞങ്ങൾ 400 പേരുണ്ടെന്നാണല്ലോ എറണാകുളത്തെ വിമതർ അവകാശപ്പെടുന്നത്. ഈ 400 എണ്ണം ഈ സഭയിൽ ഇല്ലെങ്കിലും ഈ സഭയ്ക്ക് ഒരു കുറവും വരില്ല എന്ന് ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൽ 36-38 വാക്യങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗമാലിയേൽ ജനക്കൂട്ടത്തോട് പറഞ്ഞു, കുറേ നാളുകൾക്ക് മുമ്പ് താനൊരു വലിയവനാണെന്ന ഭാവത്തിൽ തെവുദാസ് രംഗപ്രവേശം ചെയ്തു. ഏകദേശം 400 പേർ അവൻ്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവൻ്റെ അനുയായികൾ ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു. അനന്തരം കാനേഷുമാരിയുടെ കാലത്ത് ഗലീലിയനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറേ പേരെ ആകർഷിച്ച് അനുയായികളാക്കി. അവനും നശിച്ചുപോയി. അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും. മിസ്റ്റർ മുണ്ടാടൻ, ലിയോ 14 മാർപ്പാപ്പ ഇക്കഴിഞ്ഞ ദിവസം പുരോഹിതരോട് പറയുന്ന ഈ കാര്യങ്ങൾ മുണ്ടാടൻ അനുസരിക്കുമോ? The Council affirmed that legitimate progress in the liturgy must also preserve sound tradition, and that certain elements of the liturgy cannot change because they are divinely instituted. In a particular way, I encourage everyone to respect the texts and norms of the liturgy with openness, humility, trust in God's greatness, and with sincere fidelity to ecclesial communion. ഇത് കൃത്യമായി എറണാകുളത്തെ വിമത വൈദികർക്ക് വേണ്ടി മാത്രമാണ് മാർപ്പാപ്പ എഴുതി വിട്ടിരിക്കുന്നത് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? കുർബാനയിൽ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ആരാധനക്രമത്തിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുക. ആരാധനക്രമത്തിൻ്റെ ഗ്രന്ഥങ്ങളോടും ചട്ടങ്ങളോടുമുള്ള ആദരം നിങ്ങളെപ്പോഴും ഉയർത്തിപ്പിടിക്കണം. ദൈവത്തിൽ വിശ്വാസം ഉറപ്പിച്ചതും സത്യസന്ധമായ ഒരു ആന്തരിക മനോഭാവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുമായിരിക്കണം ആ ആദരം. ദൈവമഹത്വത്തിന് മുമ്പിലുള്ള വിനയവും സഭാ കൂട്ടായ്മയോടുള്ള ആത്മാർത്ഥമായ വിശ്വസ്തതയും പ്രകടമാക്കുന്നതുമായിരിക്കണം. വെള്ളം ചേർക്കലാണ് എന്ന് പറഞ്ഞ ഇതും നിങ്ങൾ തള്ളിക്കളയുമോ? യാതൊരു നിയമവ്യവസ്ഥയും അംഗീകരിക്കാത്തവരും ഒന്നിനെയും അനുസരിക്കാത്തവരും എന്തിനേയും കണ്ണുമടച്ചെതിർക്കുന്നവരും ഏത് നാട്ടിലുമുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയുള്ള കുറേ പേർക്ക് പറയുന്ന പേരുകൾ നക്സലൈറ്റ്, മാവോയിസ്റ്റ്, വിമതർ എന്നൊക്കെയാണ്. അതായത് എറണാകുളം രൂപതയെ ഇപ്പോൾ ഭരിക്കുന്നത് ലോഹയിട്ട മാവോയിസ്റ്റുകളാണ്. ഛത്തീസ്ഗഡിലും ആസാമിലുമൊക്കെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 8-10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ ദിവസവും കിട്ടുന്നുണ്ടല്ലോ. എന്നാൽ വൈദിക മാവോയിസ്റ്റുകളുടെ മേൽ അച്ചടക്ക നടപടിയുടെ ഒരു വെടിയുണ്ടയോ, മഹ്റോൻ്റെ ബോംബോ, മുന്നറിയിപ്പിൻ്റെ കടലാസോ തൊടുക്കാൻ ആംബിയറുള്ള ഒരു മെത്രാൻ കമാൻഡോ പോലും ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, മെത്രാൻ കമാൻഡോകൾ മുഴുവൻ വൈദിക മാവോയിസ്റ്റുകളുടെ പാളയത്തിൽ കൂച്ചുവിലങ്ങിൽ അടിമകളായി കഴിയുകയാണ്. ഇതാ ഒരു അടിമത്തലവന്റെ വിലാപം. ദേവാലയം എന്ന വാക്കിന്റെ 3ാമത്തെ അർത്ഥം സഭയാണ്. നമ്മൾ വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്.
നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കുർബാന ചെല്ലാൻ എന്നെ അനുവദിക്കണം. ഞാനിന്ന് ആദ്യത്തെ വായനയിലേക്ക് വരികയാണ്. ആദ്യത്തെ കൂടാരത്തെക്കുറിച്ചുള്ള മോശയ്ക്ക് കൊടുത്ത, യഹോവയായ കർത്താവ് കൊടുത്ത നിയമങ്ങളാണ്. നീ കൂടാരം എങ്ങനെ പണിയണം, വിളക്കെവിടെ കൊളുത്തണം, നീ പുസ്തകം എവിടെ വെക്കണം, അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം. അത് ദൈവത്തിന്റെ നിയോഗമാണ്. അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധനക്രമം. ഇറ്റ് ഈസ് ദ ബോഡി, മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ബൈബിളിലെ ഒരു വരി മാറ്റാൻ നമുക്ക് അവകാശമില്ല. അതുപോലെ തന്നെയാണ് കുർബാന പുസ്തകത്തിലെ അച്ഛന് തോന്നിയത് ചേർക്കാനും തോന്നിയത് വെട്ടിക്കളയാനും ഉള്ള സ്ഥലമല്ല. സ്വന്തം ഭാര്യ ഒന്നിനും സമ്മതിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, കണ്ടവരുടെയൊക്കെ കൂടെ പോകുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടും ഭാര്യയോട് ഒരക്ഷരം മിണ്ടാൻ ധൈര്യമില്ലാതെ, തൻ്റെ ഇടമില്ലാതെ ഭാര്യയെപ്പറ്റി അയൽക്കാരോടെല്ലാം ആവലാതി പറഞ്ഞു നടക്കുന്ന അല്പശേഷിക്കാരുടെയും ചാന്തുപൊട്ടുകളുടെയും ഒരു പ്രതീകം. ഈ വാക്കുകളിൽ ഒന്നെങ്കിലും ആ വൈദിക മാവോയിസ്റ്റുകളോട് പറയാൻ തൻ്റെ ഇടമില്ലാത്ത മിസ്റ്റർ തട്ടിൽ അവസാന ശ്വാസം വരെ അനുസരണയോടെ സഭയോടൊപ്പം നിന്ന നെല്ലിശ്ശേരി അച്ഛൻ്റെ അന്ത്യയാത്ര ശുശ്രൂഷയിൽ പോലും സഭാവിധി പ്രകാരമുള്ള കർമ്മങ്ങൾ നടത്താൻ ആർജവമില്ലാതെ വിമതരുടെ അടിമയായി ചങ്ങലപ്പൂട്ടിൽ സങ്കീർത്തിയിൽ ഒളിച്ചിരുന്ന മിസ്റ്റർ തട്ടിൽ, നിങ്ങളാണ് ഈ സഭയുടെ ഏറ്റവും കൊടിയ ശാപം. നിങ്ങളൊരു മഹാഭീരുവാണ്. വിമതരെ വിലക്കിയാൽ അവർ നിങ്ങളുടെ വീരകൃത്യങ്ങൾ വിളമ്പുമെന്ന് പേടിക്കുന്ന പാവം. കുരയ്ക്കാൻ പോലും കഴിയാത്ത പട്ടിയായി 10 കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ ഭേദം അലറുന്ന സിംഹമായി 10 ദിവസം വാഴുന്നതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ചില ജന്മവാസനകൾ തിരുത്താൻ ആർക്കും കഴിയില്ല. പുറകോട്ട് മാത്രം നടക്കാൻ അറിയുന്ന കുഴിയാന മുൻപോട്ട് നടക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമോ? എത്ര വളർന്നാലും പടവലങ്ങ താഴോട്ടല്ലാതെ മേലോട്ട് പൊങ്ങുമോ? എനിക്ക് മൊബൈൽ ഫോൺ വേണം, ഫോൺ വേണം, തന്നില്ലേ ഞാൻ ചാടും എന്നൊക്കെ അലറിക്കൂവി ഒരു 10 വയസ്സുകാരൻ നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ 3ാം നിലയിൽ നിന്ന് അടുത്തിടെ കാട്ടിക്കൂട്ടിയ ഈ പൂരം എല്ലാവരും കണ്ടു കാണും. എന്നിട്ടോ നാട്ടുകാരും രക്ഷാസേനയും കൂടി അവനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി. അവന് ഫോണും കിട്ടിയില്ല, താഴോട്ട് ചാടിയതുമില്ല. അവനിനി അടുത്ത കാലത്തൊന്നും മൊബൈൽ ഫോൺ തൊടാൻ പോലും സാധ്യതയില്ല. അവൻ്റെ മൊബൈൽ ലഹരി തീർത്തെടുക്കുന്ന മരുന്നൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. വെറുതെ ഒരു കോലാഹലം ഉണ്ടാക്കിയത് മിച്ചം. TV-യുടെ റിമോട്ട് കിട്ടാത്തതിനും ഗെയിം കളിക്കാൻ ഫോൺ കിട്ടാഞ്ഞതിനും കുട്ടികൾ ജീവനൊടുക്കിയ സംഭവങ്ങളും അടുത്തിടെ കേരളത്തിലുണ്ടായി. പിടിവാശിയുടെ അന്ത്യഫലം. അതെ, ചില വാശികളുടെ അന്ത്യം അങ്ങനെ തന്നെയാണ്. എല്ലാം വെറുതെ ആയിരുന്നു എന്ന് ഒടുവിൽ തിരിച്ചറിഞ്ഞേക്കാം. അത് നേരത്തെ അറിയുന്നവർക്ക് ഭാഗ്യം. എറണാകുളത്തെ വിമത വിപ്ലവ തീവ്രവാദി വൈദികരുടെ വിധിയും ഇങ്ങനെ തന്നെ. ചത്തേ പറ്റൂ എന്ന് തുനിഞ്ഞിറങ്ങിയവനെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ആര് തയ്യാറാകും? വേലിചാടി പശുക്കൾക്ക് കോലുകൊണ്ടാണ് അന്ത്യം. ഇതാണ് എറണാകുളം വിമത വൈദിക നക്സലൈറ്റ് മാവോയിസ്റ്റ് സംഘത്തിന് സംഭവിക്കാൻ പോകുന്നത്.